വിനോദസഞ്ചാര മേഖലയുമായി ബന്ധപ്പെട്ട് ആഫ്രിക്ക, മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിലെ ഏറ്റവും മികച്ച പ്രദർശനമാണ് യുഎയിലെ ദുബൈയിൽ നടക്കുന്ന അറേബ്യൻ ട്രാവൽ മാർക്കറ്റ്. കേരളത്തിൽ നിന്ന് പോലും വിനോദസഞ്ചാരത്തെ പ്രചരിപ്പിക്കാൻ ആളുകൾ ഇവിടെ എത്തിയിരുന്നു. അറേബ്യൻ സ്റ്റോറീസിൽ ഇനി കാണാൻ പോകുന്നത് അറേബ്യൻ ട്രാവൽ മാർക്കറ്റിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ്. നാല് ദിവസം നീണ്ടു നിൽക്കുന്ന മേളയിൽ 40,000-ലേറെ വിനോദസഞ്ചാര രംഗത്തെ പ്രൊഫഷണലുകളായ പ്രതിനിധികളാണ് എത്തുന്നത്. ട്രാവൽ, ഹോസ്പിറ്റാലിറ്റി രംഗത്തെ ലോകപ്രശസ്ത കമ്പനികളുടെ സാന്നിധ്യം അറേബ്യൻ ട്രാവൽ മാർക്കറ്റിനെ സമ്പന്നമാക്കും. ഇതുവരെ നടന്നിട്ടുള്ളതിൽ ഏറ്റവും വലിയ പ്രദർശനമാണ് ഇത്തവണ ദുബായ് ഒരുക്കിയിട്ടുള്ളത്. കഴിഞ്ഞ വർഷം $250 കോടി വ്യാപാര ഇടപാടുകളാണ് നടന്നതെങ്കിൽ ഇത്തവണ ഈ റെക്കോർഡ് മറികടക്കുമെന്ന പ്രതീക്ഷയാണ് സംഘാടകർക്കുള്ളത്. 2600-ലേറെ പ്രദർശകർ ട്രേഡ് സെന്ററിലെ വിവിധ ഹാളുകളായി നടക്കുന്ന പ്രദർശനത്തിൽ സാന്നിധ്യം അറിയിക്കുന്നു. ഇതിൽ 100ഓളം പ്രദർശകർ ആദ്യമായാണ് ATMൽ പങ്കെടുക്കുന്നത്. 65 ദേശീയ പവലിയനുകളുടെ സാന്നിധ്യവും ഇത്തവണയുണ്ട്. കേരളം ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളുടെ ശക്തമായ സാന്നിധ്യം ഇന്ത്യ പവലിയനെ ശ്രദ്ധേയമാക്കുന്നു. ഈ കഴിഞ്ഞ ഒരു 4-5 വർഷമായിട്ട് അറേബ്യൻ മാർക്കറ്റ് നല്ല രീതിയിൽ കേരളത്തിനെ ഒന്ന് നമ്മളെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് എ വെരി ഗുഡ് തിങ്. ആൻഡ് ഞങ്ങളുടെ പ്രോഗ്രാംസും പാക്കേജസും അത് സ്പെഷ്യലി ഇൻകോപ്പറേറ്റ് ചെയ്തിട്ട് അറബ് മാർക്കറ്റ്, അറബ് ക്രൗഡിൻ്റെ റിക്വയർമെൻറ്റ്, വെൽനെസ്സും യോഗ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ഓഫ് ഓൾ അവർ ഹോട്ടൽസ് ആൻഡ് റിസോർട്ട്സ് ആണ്. അപ്പം വെൽനെസ്സിൽ വലിയ ഇൻട്രസ്റ്റഡ് ആണ് ഈ മിഡിൽ ഈസ്റ്റ് ക്രൗഡ്. ഇപ്പം ഈ പോസ്റ്റ് റിസെഷൻ ലോട്ട് ഓഫ് ഇൻട്രസ്റ്റ് ഹാസ് ബീൻ ഡൈവേർട്ടഡ് ടു ഇന്ത്യ ആൻഡ് സ്പെഷ്യലി കേരള. അത് നമുക്ക് നല്ലൊരു എൻകറേജ്മെന്റ് ആണ്. പ്രദർശനത്തോടനുബന്ധിച്ച് വിവിധ സെമിനാറുകളും ഒരുക്കിയിട്ടുണ്ട്. ദി ലെഗസി ഓഫ് എക്സ്പോ 2020 എന്ന വിഷയത്തോടെയാണ് സെമിനാറുകൾക്ക് തുടക്കമാവുക. ATMനോടനുബന്ധിച്ച് വിവിധ സെഷനുകളായി മധ്യപൂർവ്വ ദേശീയ രാജ്യങ്ങളിൽ നിന്നുള്ള 20-ലേറെ മന്ത്രിമാരും പങ്കെടുക്കും. ബുധനാഴ്ച ആഗോള ഹലാൽ ടൂറിസം ഉച്ചകോടിയും നടക്കുന്നുണ്ട്. ഇൻക്രെഡിബിൾ ഇന്ത്യ എന്ന ബാനറിലാണ് ഇന്ത്യ തങ്ങളുടെ വിനോദസഞ്ചാര മേഖല സന്ദർശകർക്ക് പരിചയപ്പെടുത്തുന്നത്. കഴിഞ്ഞ 15 വർഷമായി ദുബായിൽ നടക്കുന്ന ATMൽ സാന്നിധ്യമറിയിക്കുന്ന ഇന്ത്യ ഇത്തവണ യോഗയും ആയുർവേദമടക്കമുള്ള വെൽനസ് ടൂറിസവുമാണ് അവതരിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്നടക്കം ഇന്ത്യൻ പവലിയനിൽ 24 വിനോദസഞ്ചാര സേവനങ്ങൾ നൽകുന്ന സ്ഥാപനങ്ങൾ അണിനിരക്കുന്നു. കേരളം, കർണാടക, ജമ്മു കാശ്മീർ എന്നീ സംസ്ഥാനങ്ങളുടെ വിനോദസഞ്ചാര വകുപ്പുകൾ മേളയിലുണ്ട്. എയർ ഇന്ത്യ, ITDC, IRCTC എന്നിവയും ഇവർക്കൊപ്പമുണ്ട്. 90 ലക്ഷത്തിനടുത്ത് വിദേശ വിനോദസഞ്ചാരികളാണ് 2016-ൽ ഇന്ത്യയിലെത്തിയത്. കഴിഞ്ഞ 3 വർഷമായി ഇന്ത്യയിലേക്കുള്ള വിനോദസഞ്ചാരികളുടെ വരവിൽ 17% വർധനവുണ്ടായിട്ടുണ്ടെന്ന് ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ വിപുൽ പറഞ്ഞു. This year the theme that we have chosen under the overall banner of Incredible India is to focus on yoga and wellness, which goes with the landmark initiative taken by Prime Minister Modi of celebrating International Day of Yoga. Have now entered into. We hope that the travel and tourism will further build on between India and UAE on the centuries-old people-to-people links that are there between India and UAE. So we hope that many more UAE Emiratis will visit India. Of course, India is now the top sender of tourists to UAE. വിനോദസഞ്ചാര ചികിത്സാ ആവശ്യങ്ങൾക്കുള്ള വിസ നടപടികൾ ലളിതമാക്കിയത് ഇന്ത്യക്ക് ഗുണപരമായിട്ടുണ്ട്. 161 രാജ്യങ്ങളിലുള്ളവർക്ക് ഇപ്പോൾ ഇന്ത്യയിലേക്ക് ഈ വിസ കിട്ടും. ഗൾഫ് നാടുകളിൽ നിന്നും വിനോദസഞ്ചാരം, ചികിത്സ എന്നിവയ്ക്കായി സഞ്ചാരികളുടെ വരവ് കൂടിയിട്ടുണ്ട്. സൗദി അറേബ്യ, UAE, ബഹ്റിൻ, ഒമാൻ, ഈജിപ്ത്, തുർക്കി,
സുഡാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതലായി സഞ്ചാരികൾ ഇന്ത്യയിലേക്ക് എത്തുന്നത്. 2016 ഈ ടൂറിസ്റ്റ് വിസയിൽ 10,79,696 വിദേശ വിനോദസഞ്ചാരികളാണ് ഇന്ത്യയിലെത്തിയത്. 2015 ഇത് 4,45,300 പേർ മാത്രമായിരുന്നു. Simplification of visa processes in India for tourism, business, medical, and also other categories. This boost will come in the coming years, and Indian tourism industry will benefit from that. ATMലെ ഇന്ത്യൻ ടൂറിസത്തിന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ദുബായിലെ ഇന്ത്യൻ കോൺസുൽ ജനറൽ വിപുൽ, ടൂറിസം മന്ത്രാലയത്തിലെ സാമ്പത്തികകാര്യ ഉപദേഷ്ടാവ് ഗ്യാൻഭൂഷൺ, എയർ ഇന്ത്യ കൺട്രി മാനേജർ സാകേത് സരൺ എന്നിവർ പങ്കെടുത്തു. കേരള സാഹിത്യ അക്കാദമി ദുബായിൽ സാഹിത്യോത്സവം സംഘടിപ്പിക്കാൻ പോവുകയാണ്. മലയാള ഭാഷയുടെ പ്രചാരം തന്നെയാണ് ഈ പരിപാടിയിലൂടെ സംഘാടകർ ഉന്നം വയ്ക്കുന്നത്. അത്തരം നിരവധി കാഴ്ചകൾ വരും ആഴ്ചകളിലുണ്ടാകും. അറേബ്യൻ സ്റ്റോറീസ് ഇവിടെ അവസാനിക്കുകയാണ്. കൂടുതൽ കാഴ്ചകളും കഥകളുമായി വീണ്ടും കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.